മുഖ്യമന്ത്രി ആരാകണമെന്ന് കേരളം ചർച്ച ചെയ്യുമ്പോൾ എന്താ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വിറ കൂട്ടി മുട്ടി ഇടി. എന്നാൽ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൈയുടെ ഒരു വിരലിൽ എണ്ണാനില്ലാത്ത അത്ര ചില കോൺഗ്രസ് നേതാക്കൾ ജനത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്നു. UDFിലെ ഘടകകക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരെ പരിഹസിക്കുന്നു. വീണ്ടും പറയാം, ഈ ഒരു കൈയുടെ വിരലിൽ എണ്ണാൻ പോലും ഇല്ലാത്ത അത്ര കോൺഗ്രസ് നേതാക്കൾ, അവരിൽ ചെന്നിത്തലമാരും KC വേണുഗോപാൽമാരും ഒക്കെയുണ്ട്. ശരിക്കും ആരാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക? ആത്യന്തികമായി അത് ജനമാണ്. തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ച നേതാവ് മുഖ്യമന്ത്രിയാകും എന്ന് ജനം ധരിച്ചു എങ്കിൽ അത് VD സതീശൻ തന്നെ. 5 കൊല്ലം UDFിനെ നയിച്ചതും എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചതും സതീശന്റെ മികവിൽ. അപ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് നയിച്ചവൻ നേതാവാകും എന്ന് ജനം തീരുമാനിച്ചാൽ കുറ്റം പറയാനാകില്ല. വോട്ട് ചെയ്ത് കാര്യം കഴിഞ്ഞപ്പോൾ ജനങ്ങളെ ഇങ്ങനെ പരിഹസിക്കരുത്. ജനവിധി അട്ടിമറിക്കാൻ ഇറങ്ങരുത്. മാധ്യമങ്ങളിൽ വരുന്ന ജനങ്ങളുടെ അഭിപ്രായത്തെ പരമപുച്ഛത്തോടെയാണ് ഈ ഒരു കൈയുടെ വിരലിന് താഴെയുള്ള ചില നേതാക്കൾ കാണുന്നത്. ഇത് ഒരുവക മറ്റേ രീതിയിലുള്ള പണിയായി പോയി എന്ന് UDFിലെ ഘടക കക്ഷികളും. അവരോട് പറയുകയാണ്, മുഖ്യമന്ത്രി ചർച്ചയിൽ മിണ്ടരുത് എന്ന്. കേരളത്തിലെ ജനങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക്, UDF പ്രവർത്തകർക്ക്, ഘടക കക്ഷികൾക്ക് ഒക്കെ മുഖ്യമന്ത്രി ആരാകണം എന്ന് പറഞ്ഞാൽ നാവ് പിഴുതെടുക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? എന്റെ ചെന്നിത്തലേ, KC വേണുഗോപാലേ, നിങ്ങൾ ആരെ വേണേലും മുഖ്യമന്ത്രിയാക്കിക്കോ. പക്ഷെ ഞങ്ങളോട് നിങ്ങൾ പറയുകയാണ് മുഖ്യമന്ത്രി ആരാകണം എന്ന് പറയാൻ അവകാശമില്ല എന്ന്. ജനങ്ങളാണ് തീരുമാനിക്കുക ആരാകണം മുഖ്യമന്ത്രി എന്നത്. വോട്ടും ജയവും ഒക്കെ കഴിഞ്ഞപ്പോൾ ദില്ലിയിൽ നിന്നും പെട്ടിയും തൂക്കി കുറെ എണ്ണം വരും. ജനഹിതം അല്ല അവർ നോക്കുക, നേതാക്കളുടെ ഹിതമാണ്. ദില്ലിയിൽ നിന്നും വരുന്ന നേതാക്കളുടെ പെട്ടി ചുമട്ടുകാർക്ക് മുൻഗണന. ഇതൊക്കെയാണ് ഇപ്പോഴും കോൺഗ്രസിൽ നടക്കുന്നത്. ഇലക്ഷൻ വരെ ജനമായിരുന്നു ഇവർക്ക് വലുത്. അന്ന് ഇങ്ങനെ ഒരു കോൺഗ്രസ് നേതാവ് മീശ പിരിച്ച് ജനത്തെയും ഘടകകക്ഷികളെയും വിരട്ടിയില്ല. കാരണം അന്ന് അവർക്ക് പാലം കടക്കണമായിരുന്നു. ഇപ്പോൾ പാലം കടന്നു. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനത്തോട് പച്ചയ്ക്ക് പറയുകയാണ് പോടാ പുല്ലേ എന്ന്. ആരാകും മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്ന ജനത്തോട് അത് ഞങ്ങൾ അടിച്ചേൽപ്പിക്കുമെന്നും കോൺഗ്രസ് പറയുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി ചർച്ചയൊന്നും ജനം ചെയ്യാൻ പാടില്ല. ഹേ ജനമേ, നിങ്ങൾ പൊന്നൊരുക്കുന്നിടത്ത പൂച്ചയാണ്. മുഖ്യമന്ത്രി ചർച്ചയിൽ ജനത്തിന് എന്ത് കാര്യം? നിങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങളെ ജയിപ്പിച്ചതോടെ ജനമായി നിങ്ങൾ തീർന്നു. ഇനി നിങ്ങൾ ജനം ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. ജനം ഇനി അടിമ. ദില്ലിയിലെ നേതാക്കളും കൈവിരലിൽ എണ്ണാൻ പോകുന്ന ചില കോൺഗ്രസ് നേതാക്കളും തീരുമാനിക്കുമെന്ന് ഇക്കാര്യം. ഈ പറഞ്ഞു വരുന്നതാണ് ഇപ്പോൾ കോൺഗ്രസിലെ അഹങ്കാരങ്ങൾ. മുഖ്യമന്ത്രി ആരാകണമെന്ന് പറയാൻ പോലും ജനത്തിനും ഘടകകക്ഷികൾക്കും അവകാശമില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ഏകാധിപത്യമാണിത്. ഇതായിരുന്നു പിണറായിയും ചെയ്തത്. പിണറായി 10 കൊല്ലം ചെയ്തത് ഇവർ ഒറ്റ ദിവസം കൊണ്ട് തുടങ്ങി, അല്ലെങ്കിൽ തുടങ്ങും മുമ്പേ പണി ആരംഭിച്ചു. എന്തായാലും ജനമാണ് വലുത്. 5 കൊല്ലം ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകാനുള്ള ലൈസൻസ് ആണ് ജനവിധി എന്നും ഇനി 5 കൊല്ലം കഴിഞ്ഞ് ജനത്തെ കേൾക്കാമെന്ന് കരുതിയാൽ കോൺഗ്രസിന് തെറ്റി. ആ തെറ്റ് നിങ്ങളെ തകർക്കുന്നതിൽ എത്തി നിൽക്കും. രാജ്യം മുഴുവൻ ബാധിച്ച രോഗത്തിന് നിങ്ങൾ ഇരയായി കേരളത്തിലും നശിച്ചു പോകും. VD സതീശന് കിട്ടിയ മാൻഡേറ്റ് അട്ടിമറിക്കാൻ കേരളത്തെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഘടകകക്ഷികളെയും ഒക്കെ ബന്ദിയാക്കുകയാണിപ്പോൾ. VD വന്നാൽ ജനത്തിനറിയാം കക്കാനാകില്ല. സമുദായ നേതാക്കളുടെ കാല് പിടിക്കില്ല, അരമന നിരങ്ങില്ല, അഴിമതിക്കാരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ എടുത്തെറിയും. ഇതൊക്കെ അനുവദിക്കുന്ന ഒരു സരിതമയത്തിലെ ഭരണമാണ് കോൺഗ്രസിലെ മസാല കുട്ടപ്പന്മാരുടെയും ആഗ്രഹം. ഇത്തിരി കക്കണം, കൈയിട്ട് വാരണം, സരിത വിലാസമാകണം, ഉഴപ്പണം, ആസ്വദിക്കണം. ഇതിനൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭരണം കിട്ടിയത്? അതിനെ പറ്റിയ മുഖ്യമന്ത്രി വരണമെന്നും ചിലർ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിനുള്ള സജീവ ചർച്ചകളിൽ MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ KC വേണുഗോപാലിനെന്ന് സൂചന. 40ഓളം MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട് എന്നാണ് റിപ്പോർട്ട്. 10ഓളം പേരുടെ വീതം പിന്തുണയാണ് ചെന്നിത്തലയ്ക്കും സതീശനുമുള്ളത്. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായവും നിരീക്ഷകർ നേടിയിട്ടുണ്ട്. ഇതിൽ K സുധാകരൻ രേഖാമൂലം തന്നെ KCക്കുള്ള പിന്തുണ അറിയിച്ചു. സീനിയോറിറ്റി പരിഗണന വെച്ച് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കേണ്ടതാണ് എന്ന അഭിപ്രായം മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഘടക കക്ഷികളുടെ ഉറച്ച പിന്തുണയാണ് VD സതീശന് അനുകൂലമായ ഘടകവും. പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും VD സതീശനായി അണികളുടെ മുറവിളി തുടരുകയാണ്. അതുപോലെ KC മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യത്തിൽ VD സതീശൻ മന്ത്രിസ്ഥാനമടക്കം ഒരു പദവിയും ഏറ്റെടുക്കാതെ പ്രതിഷേധമുയർത്താനാണ് സാധ്യത. ഇതും കൂടിയാകുമ്പോൾ പൊതുസമൂഹത്തിലും കോൺഗ്രസ് അണികളിലും അതുണ്ടാക്കാവുന്ന പ്രതിഷേധങ്ങൾ നേതൃത്വത്തിന് മറ്റൊരു വെല്ലുവിളിയാകും. ന്യൂസ് ഡെസ്ക് കർമാസ്.